നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് ചൈന പാകിസ്ഥാന് സാങ്കേതിക സഹായം നൽകിയിരുന്നു എന്ന് വെളിപ്പെടുത്തൽ. ആദ്യമായിട്ടാണ് ചൈന ഇക്കാര്യം സമ്മതിക്കുന്നത്. നേരത്തെ തന്നെ ചൈനയ്ക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ചൈന അത് നിഷേധിച്ചിരുന്നതാണ്. ഇപ്പോൾ ചൈന തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം സമ്മതിക്കുകയാണ്. അതായത് ചൈനീസ് മാധ്യമങ്ങളാണ് ഇത് സംബന്ധിക്കുന്ന ചില റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവിടുന്നത്. ചൈനയുടെ ദേശീയ മാധ്യമത്തിൽ വന്ന ഒരു അഭിമുഖ സംഭാഷണത്തിൽ ചൈനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയായ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന, അതായത് ചൈനീസ് യുദ്ധവിമാനങ്ങളുടെയും അതുപോലെ തന്നെ ഡ്രോണുകളുടെയും ഒക്കെ നിർമ്മാണവും അതിൻ്റെ സാങ്കേതിക വിദ്യയുമായി സംബന്ധിച്ച കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസിയാണ് ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈന. ഈ ഏവിയേഷൻ ഇൻഡസ്ട്രി കോർപ്പറേഷൻ ഓഫ് ചൈനയുടെ ചില എഞ്ചിനീയർമാരുടെ നടത്തിയ അഭിമുഖങ്ങൾ, ആ എഞ്ചിനീയർമാരുമായി ഈ മാധ്യമം നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് ഇക്കാര്യങ്ങൾ ചൈന തുറന്ന് സമ്മതിക്കുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി ആരംഭിക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ പകച്ചു പോയിരുന്നു. തീർത്തും അപ്രതീക്ഷിതമായിട്ടല്ല ഇന്ത്യ ആക്രമിക്കുന്നത് എങ്കിൽ കൂടി ഇന്ത്യയുടെ ഒരു ആക്രമണ രീതി അത് കനത്തതായിരുന്നു. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അപ്രതീക്ഷിതമായിരുന്നു. ഇന്ത്യ ഇത്ര കനത്ത ആക്രമണം നടത്തുമെന്ന് പാകിസ്ഥാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷേ കനത്ത ആക്രമണം തന്നെ നടന്നു. കാര്യങ്ങൾ പാകിസ്ഥാന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് പോയി. ഈ സമയത്താണ് ചൈന അവരുടെ സാങ്കേതിക വിദഗ്ധ സംഘത്തെ പാകിസ്ഥാനിലേക്ക് അയച്ചത്. ചൈനീസ് യുദ്ധവിമാനങ്ങളും അതുപോലെ തന്നെ ചൈന നിർമ്മിച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും മിസൈലുകളും ഒക്കെ ഉപയോഗിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ. ഇത്തരത്തിലുള്ള ആയുധങ്ങൾ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുകയും ചെയ്തിരുന്നതാണ്. ഈ ആയുധങ്ങളുടെ, പ്രത്യേകിച്ചും യുദ്ധവിമാനങ്ങളുടെ കൈകാര്യം ചെയ്യൽ അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് സാധിക്കാതെ വരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു കൈ സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സാങ്കേതിക സംഘം ചൈനയിൽ നിന്നും പുറപ്പെട്ടത്, അല്ലെങ്കിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ എത്തിയതെന്നും ഈ സംഘം പാകിസ്ഥാൻ ആർമിയുമായി തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് ഈ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നുമൊക്കെയാണ് ഈ അഭിമുഖത്തിൽ എഞ്ചിനീയർമാർ വെളിപ്പെടുത്തിയത്. അതായത് ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ കൈകാര്യം ചെയ്യലുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടാണ് ഈ സാങ്കേതിക വിദഗ്ധർ പാകിസ്ഥാനിലേക്ക് യുദ്ധസമയത്ത് എത്തിയത്. വളരെ കടുത്ത സമയമായിരുന്നുവെന്നും ഇത് ഇന്ത്യ കനത്ത ആക്രമണം തന്നെ നടത്തിയെന്നും മാനസികമായും ശാരീരികമായും വെല്ലുവിളി നേരിട്ട സമയമായിരുന്നുവെന്നും ചൈനീസ് എഞ്ചിനീയർമാർ ഈ ഒരു സമയത്തെ വെളിപ്പെടുത്തുന്നുണ്ട്. അതായത് ഇന്ത്യൻ സൈന്യവും നേരത്തെ ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടന്നു കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങളിൽ ചില പുരോഗതികൾ ഉണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുന്ന സമയത്താണ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു ആരോപണം വന്നത്. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന ഉപഗ്രഹ സിഗ്നലുകൾ അത് പാകിസ്ഥാന് നൽകിയെന്നും മറ്റു ചില സഹായങ്ങൾ പാകിസ്ഥാന് വേണ്ടി നൽകിയെന്നുമൊക്കെയുള്ള ആരോപണം ഇന്ത്യൻ സൈന്യം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആ സമയത്ത് ചൈന അതിനെ നിഷേധിക്കുകയാണ് ഉണ്ടായത്. ഔദ്യോഗികമായി അത് അംഗീകരിച്ചിരുന്നില്ല. മറിച്ച് അത് നിഷേധിച്ചുകൊണ്ട് അത്തരം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ വളരെ രമ്യതയോടുകൂടി പരിഹരിച്ചു വരുന്ന സമയമാണെന്നും ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വളരെയധികം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന, മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയമെന്നും ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കരുത് എന്നൊരു അഭ്യർത്ഥനയാണ് അന്ന് ചൈന നടത്തിയത്. അതിനുശേഷം അത് വലിയ ചർച്ചാ വിഷയമായിരുന്നില്ല. ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യയും ചൈനയും തമ്മിൽ ഉടലെടുത്ത ഒരു വലിയ പ്രതിസന്ധി, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മോശമാക്കിയ ചില കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ അതിർത്തിയിലുടനീളം പല ഭാഗങ്ങളിലും ഇന്ത്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ മുഖാമുഖം നിന്നിരുന്ന സാഹചര്യം, അതൊക്കെ വർഷങ്ങൾക്ക് ശേഷം മെച്ചപ്പെട്ടു വരുന്ന സമയമായിരുന്നു. അമേരിക്ക ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യക്കും ചൈനയ്ക്കുമെതിരെ വ്യാപാര യുദ്ധമൊക്കെ പ്രഖ്യാപിച്ചു നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് അവസാനിപ്പിച്ച് ഇരു രാജ്യങ്ങളും ഒരുമിച്ച് നിൽക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഗാൽവൻ സംഘർഷത്തിന് ശേഷമുണ്ടായ നയതന്ത്ര മേഖലയിലെ പ്രതിസന്ധി അത് മാറ്റാൻ ഉള്ള ചർച്ചകൾ, അല്ലെങ്കിൽ അത് മാറ്റാനുള്ള നടപടിക്രമങ്ങൾക്ക് തുടക്കമിട്ടത്. ചൈന അവരുടെ ഭാഗത്തു നിന്നും സേനയെ പിൻവലിക്കുന്നു, ഇന്ത്യയും ആ ഭാഗത്തു നിന്ന് സേനയെ പിൻവലിക്കുന്നു. അതോടുകൂടി 2020 മുമ്പുള്ള ഒരു സമാധാന കാലഘട്ടം
ഘട്ടത്തിലേക്ക് ഇന്ത്യയുടെയും ചൈനയുടെയും സേനാ വിഭാഗങ്ങൾ മാറിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ചൈന പാകിസ്ഥാനെ സഹായിച്ചു എന്ന ആരോപണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നതും അത് ചൈന നിഷേധിക്കുന്നതും. എന്നാൽ ഇപ്പോൾ ചൈന തന്നെ ഔദ്യോഗികമായി ഇക്കാര്യം അറിയിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഞങ്ങൾ പാകിസ്ഥാന് സാങ്കേതിക ഓൺ ഗ്രൗണ്ട് ടെക്നിക്കൽ സപ്പോർട്ട് നൽകി എന്ന ഒരു വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് നമുക്കറിയാം, പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അവർ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും ചൈനയുടെ യുദ്ധവിമാനങ്ങളും ചൈന നിർമ്മിച്ച് നൽകിയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അതുപോലെ തന്നെ മിസൈലുകളും ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു അടിയന്തര സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനായി ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കാൻ ചില പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ ചൈനയുടെ സഹായം പാകിസ്ഥാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് സൂചന. ആ സഹായം നൽകാനാണ് ചൈനീസ് സംഘം, ചൈനയുടെ സാങ്കേതിക വിദഗ്ധരടങ്ങുന്ന സംഘം പാകിസ്ഥാനിലേക്ക് പോയത് എന്നുമൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വെളിപ്പെടുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സൈന്യം കഴിഞ്ഞ കുറേ മാസങ്ങൾക്ക് മുമ്പ് ഉന്നയിച്ച ആരോപണം അത് സത്യമാണ് എന്ന് ചൈന തന്നെ ഇപ്പോൾ സമ്മതിക്കുകയാണ്. പഹൽഗാമിൽ നടന്ന അതിക്രൂരമായ കൂട്ടക്കൊല, ആ ഭീകരാക്രമണം, അതിന് മറുപടിയായിട്ടാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന സൈനിക നടപടി നടത്തിയത്. കശ്മീരിലെ പഹൽഗാമിൽ ഈ വിനോദസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരു സംഘം വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് തീവ്രവാദികളുടെ ആക്രമണമുണ്ടായിരുന്നത്. 26 പേർ ആ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഈ ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാൻ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തുന്ന ഭീകര സംഘടനയായ ലഷ്കർ എ ത്വയ്ബയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദുമാണ് എന്ന് ഭാരതത്തിന് വിവരം ലഭിക്കുന്നു. മാത്രമല്ല ഈ ആക്രമണം അത് ഏകോപിപ്പിച്ചതിൽ, അല്ലെങ്കിൽ ഇതിനെ കമാൻഡ് ചെയ്തതിൽ പാകിസ്ഥാൻ സൈന്യത്തിനും നേരിട്ട് പങ്കുണ്ട്. പാകിസ്ഥാൻ ചാര സംഘടനയ്ക്കും അതുപോലെ തന്നെ സൈന്യത്തിനും നേരിട്ട് പങ്കുണ്ട് എന്നതിൻ്റെ വ്യക്തമായ തെളിവുകൾ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ മെയ് 6 അർദ്ധരാത്രി 2025 മെയ് 6 അർദ്ധരാത്രി പാകിസ്ഥാനെതിരെ ഇന്ത്യ സൈനിക നടപടി നടത്തിയത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളാണ് ആദ്യഘട്ടത്തിൽ ഇന്ത്യ ആക്രമിച്ച് തകർത്തത്. ഏതാണ്ട് 20 മിനിറ്റ് നീണ്ടുനിന്ന ആ സൈനിക നടപടിയിൽ 9ഓളം ഭീകര കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ മേൽ നടപടികൾ ഉണ്ടായില്ല എങ്കിൽ ഈ ആക്രമണം ഇവിടെ അവസാനിക്കുമെന്നും അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന് മറുപടി നൽകാൻ ശ്രമിക്കരുതെന്നും പാകിസ്ഥാനോട് അന്ന് ഇന്ത്യ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ആ വാക്ക് കേൾക്കാതെ പാകിസ്ഥാൻ തീവ്രവാദികളുടെ വക്കാലത്ത് ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയുടെ ഈ സൈനിക നടപടിക്ക് പ്രതികാരം ചെയ്യുകയായിരുന്നു. ഇന്ത്യക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തു. ഈ മിസൈലുകളും ഡ്രോണുകളുമെല്ലാം ഇന്ത്യ ആകാശത്ത് വെച്ച് തന്നെ നിർവീര്യമാക്കിയെന്ന് മാത്രമല്ല, ഇന്ത്യ പിന്നീട് ഇതിന് തിരിച്ചടി എന്നോണം കനത്ത ആക്രമണം പാകിസ്ഥാനിൽ നടത്തുകയും ചെയ്തു. ഈ ആക്രമണത്തിലാണ് പാകിസ്ഥാൻ്റെ പ്രധാനപ്പെട്ട വ്യോമ കേന്ദ്രങ്ങളെല്ലാം തകർന്ന് തരിപ്പണമായത്. മാത്രമല്ല, പാകിസ്ഥാൻ്റെ ആണവായുധങ്ങൾ സൂക്ഷിച്ചിരുന്ന കിരാന ഹിൽസിലടക്കം ഇന്ത്യ ആക്രമണം നടത്തിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ ആക്രമണം പിടിച്ചു നിൽക്കാൻ കഴിയാതെ, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ പ്രതിരോധിക്കാൻ കഴിയാതെയാണ് പാക് സൈന്യം ഇന്ത്യയോട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനായി അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളെ സമീപിക്കുന്നത്. അങ്ങനെ അമേരിക്ക ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം നടന്നു. പക്ഷേ ഇന്ത്യ അത് അനുവദിച്ചില്ല. പാകിസ്ഥാൻ DGMO പറയട്ടെ എന്നായിരുന്നു ഇന്ത്യയുടെ നിലപാട്. ആ നിലപാട് അംഗീകരിച്ചുകൊണ്ട് ഒടുവിൽ പാകിസ്ഥാൻ DGMO ഇന്ത്യൻ DGMOയെ വിളിച്ച് വെടിനിർത്താനെ കുറിച്ച് പറയുകയായിരുന്നു. അതിനുശേഷമാണ് സംഘർഷത്തിന്, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുണ്ടായ സംഘർഷത്തിൽ അയവ് വന്നത്. കനത്ത ആൾനാശമാണ് പാകിസ്ഥാൻ ഭാഗത്ത് ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഉണ്ടായത്. 100ഓളം ഭീകരവാദികൾ കൊല്ലപ്പെട്ടു. മാത്രമല്ല, പാക് സൈന്യത്തിനും കനത്ത നഷ്ടമുണ്ടായി. വ്യോമ താവളങ്ങളിൽ കനത്ത നാശനഷ്ടമുണ്ടായി. ഈ ആക്രമണത്തോടുകൂടി ഇന്ത്യ പാകിസ്ഥാനെ പാഠം പഠിപ്പിക്കുകയായിരുന്നു എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരെല്ലാം വിലയിരുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സഹായിച്ചു എന്ന വാർത്ത പുറത്തു വരുന്നത്. നേരത്തെ തുർക്കി പരസ്യമായി തന്നെ സൈനിക സഹകരണം പാകിസ്ഥാന് നൽകിയിരുന്നു. ഇന്ത്യക്കെതിരായിട്ടുള്ള നിലപാടാണ് അന്ന് തുർക്കി സ്വീകരിച്ചത്. അതിന് തൊട്ടുമുന്നേ അസർബൈജാനും ഇന്ത്യ വിരുദ്ധ നിലപാടാണ് സ്വീകരിച്ചത്. പക്ഷേ ചൈന ഇക്കാര്യത്തിൽ ഒരു നിഷ്പക്ഷമായ നിലപാട് പുറമേ സ്വീകരിച്ചുവെങ്കിലും രഹസ്യമായി പാകിസ്ഥാനെ സഹായിക്കുന്ന നടപടികളിലേക്ക് പോയി എന്നാണ് പിന്നീട് ലഭിക്കുന്ന വിവരങ്ങൾ. അത് ഇന്ത്യ പ്രതീക്ഷിച്ചതുമാണ്. പക്ഷേ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ, നേരത്തെ അതിനുശേഷം ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ വളരെ
കൃത്യമായി തന്നെ പാകിസ്ഥാനെതിരായിട്ടുള്ള ആക്രമണങ്ങളിൽ പ്രവർത്തിച്ചു. പക്ഷേ ചൈനീസ് നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ച പാകിസ്ഥാന് തിരിച്ചടിയേറ്റു എന്ന വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇന്ത്യൻ സൈന്യം തന്നെ ഈ ചൈനീസ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സബ്സ്റ്റാൻഡേർഡ് ആണ് എന്ന് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇന്ത്യയുടെ മിസൈൽ ആക്രമണങ്ങൾ, ഇന്ത്യയുടെ ഡ്രോൺ ആക്രമണങ്ങൾ, ഇന്ത്യൻ യുദ്ധവിമാനങ്ങളുടെ ആക്രമണങ്ങൾ, ഇതൊന്നും തടുക്കാൻ പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനം തകർത്തെറിഞ്ഞതിന് ശേഷമാണ് പാകിസ്ഥാനുള്ളിൽ ഇന്ത്യ ആക്രമണം നടത്തിയത്. ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നു വരുമ്പോഴാണ് പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യയും പാകിസ്ഥാനുമായിട്ടുള്ള സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ കൈ അയച്ച് സഹായിച്ചിരുന്നു എന്ന വാർത്ത പുറത്തു വരുന്നത്.